Good morning all. Performance management ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പോണൻറ്റ്സ് ഓഫ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് ആൻഡ് അണ്ടർപിന്നിങ് തിയറീസ് ഓഫ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ഓഫ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് വൺ performance planning. Here the employer and employee together design upon the target and key performance area. മീൻസ് പെർഫോമൻസ് മാനേജ്മെൻറ്റിൽ പെർഫോമൻസ് പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. എംപ്ലോയറും എംപ്ലോയിയും ഒന്നിച്ചിരുന്നിട്ട് അവരുടെ ടാർഗറ്റ്സും അതുപോലെ തന്നെ കൂടുതൽ പെർഫോമൻസ് വേണ്ട ഏരിയയും ഡിസൈഡ് ചെയ്യുക. അപ്പോൾ പെർഫോമൻസ് പ്ലാനിങ് പെർഫോമൻസ് മാനേജ്മെൻറ്റിൻ്റെ കോമ്പോണൻ്റ് ആണ്. സെക്കൻഡ് വൺ പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് റിവ്യൂയിങ്. പെർഫോമൻസിനെ അപ്രൈസ് ചെയ്യുക, അതുപോലെ തന്നെ വീണ്ടും റിവ്യൂ ചെയ്യുക. The appraisals are normally performed either quarterly, half yearly or yearly. പെർഫോമൻസ് അപ്രൈസൽ നോർമലായിട്ട് ഓർഗനൈസേഷനിൽ ക്വാർട്ടർലി, ഇയർലി 4 തവണയോ അല്ലെങ്കിൽ ഹാഫ് ഇയർലിയോ അല്ലെങ്കിൽ ഇയർലിയോ നടത്തണം. നെക്സ്റ്റ് വൺ feedback on the performance. Here the employee acquire awareness from appraisal about the areas of improvement and also information about whether the employee contributed to the expected level of performance or not. Feedback on performance means organization പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. മീൻസ് എബൌട്ട് ദ ഏരിയ ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, അയാൾക്ക് ഏത് ഏരിയയിലാണ് ഇംപ്രൂവ്മെൻ്റ് ആവശ്യം, അതുപോലെ തന്നെ ആൻഡ് ഓൾസോ ഇൻഫർമേഷൻ അബൌട്ട് വെദർ ദ എംപ്ലോയി കോൺട്രിബ്യൂട്ടഡ് ടു ദ എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് പെർഫോമൻസ്. നെക്സ്റ്റ് അയാൾ അല്ലെങ്കിൽ ആ എംപ്ലോയി ഓർഗനൈസേഷൻ്റെ എക്സ്പെക്റ്റഡ് ലെവലിൽ അത്രയും പെർഫോം ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. അപ്പോൾ ഫീഡ്ബാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫീഡ്ബാക്ക് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ കഴിഞ്ഞതിന് ശേഷം എംപ്ലോയി അവരുടെ വർക്കിനെ കുറിച്ചിട്ട് അറിയുക. മീൻസ് അവർക്ക് ഏത് ഏരിയയിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടതെന്നുള്ള കാര്യം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ഓർഗനൈസേഷൻ ഗോളിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കുക. അത് എക്സ്പെക്റ്റഡ് ലെവൽ, ഓർഗനൈസേഷൻ്റെ എക്സ്പെക്റ്റഡ് ലെവൽ അവർ പെർഫോം ചെയ്തോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യുക. ഇല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. വൺ റിവാർഡിങ് ഗുഡ് പെർഫോമൻസ്. നെക്സ്റ്റ് പെർഫോമൻസ് അപ്രൈസൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ ഓരോ ലെവലിലെ പെർഫോമൻസ് എന്താണെന്നുള്ള കാര്യം ഓർഗനൈസേഷന് മനസ്സിലാവും. അതിനുശേഷം പ്രൊവൈഡ് പ്രോപ്പർ റിവാർഡ് ഫോർ ഗുഡ് പെർഫോമൻസ് വിച്ച് ഇൻക്രീസസ് ദ സെൽഫ് എസ്റ്റീം ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ സെൽഫ് എസ്റ്റീം ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ, മീൻസ് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ആളുകൾക്ക് നല്ല റിവാർഡ്സ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് പ്ലാന്. ഓർഗനൈസേഷനിൽ പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് പ്ലാന് കൊണ്ടുവരണം. പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് പ്ലാന് പെർഫോമൻസ് മാനേജ്മെൻറ്റിൻ്റെ പാർട്ടാണ്. ദ എംപ്ലോയി ക്ലിയർലി കമ്മ്യൂണിക്കേറ്റഡ് അബൌട്ട് ദി ഏരിയ ഇൻ വിച്ച് ദ എംപ്ലോയി ഈസ് എക്സ്പെക്റ്റഡ് ടു ഇംപ്രൂവ്. ഓർഗനൈസേഷൻ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഏത് ഏരിയയിലാണോ എംപ്ലോയീസിന് ഇംപ്രൂവ്മെൻറ്റ് ആവശ്യമുള്ളത് അതിനെ കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് ദ ഡെഡ് ലൈൻസ് ഈസ് ഓൾസോ പ്രൊവൈഡഡ് വിത്തിൻ വിച്ച് ദ എംപ്ലോയി മസ്റ്റ് ഷോ ഹിസ് ഇംപ്രൂവ്മെൻറ്റ്. നെക്സ്റ്റ് ഈ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യേണ്ട ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡെഡ് ലൈൻ, മീൻസ് മാക്സിമം എത്ര ടൈം കൊണ്ടാണ് ഈ ഇംപ്രൂവ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ വരേണ്ടതെന്നുള്ള കാര്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മീൻസ് പെർഫോമൻസ് മോശമാണെങ്കിൽ ആ മോശമാണെന്നുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ മോശം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയ പറഞ്ഞു കൊടുക്കുകയും ആ ഏരിയയിലെ ഇമ്പ്രൂവ്മെൻറ്റ് ഇത്ര ദിവസത്തിനുള്ളിൽ വരുത്തണം എന്നുള്ള കാര്യം ഡെഡ് ലൈന് പറയുകയും ചെയ്യണം. ഇതിനെയാണ് പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. വൺ Potential appraisal. Potential appraisal evaluate the competency, knowledge and skill of employees and his potential appraisal is the basis for vertical and horizontal movement of employees. Potential appraisal അനലൈസ് ചെയ്യുന്ന ഒരു എംപ്ലോയിയുടെ കോമ്പിറ്റൻസി, അതുപോലെ തന്നെ അയാളുടെ നോളജ്, സ്കില്ല്, ഇതെല്ലാം ആണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ അറിയാൻ കഴിയും. മീൻസ് അദ്ദേഹത്തിന് എത്രത്തോളം വർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ബേസിലാണ് എംപ്ലോയീനെ പ്രൊമോഷൻ അതുപോലെ തന്നെ ട്രാൻസ്ഫർ അതുപോലെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. വെർട്ടിക്കലായിട്ട് മീൻസ് ഹയർ പൊസിഷനിലേക്കും അതുപോലെ ലോവർ പൊസിഷനിലേക്കും ട്രാൻസ്ഫർ മാറ്റുന്നതും അല്ലെങ്കിൽ എന്താണ് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്, സ്ഥലം മാറ്റുന്നത്, ഏരിയ മാറ്റുന്നതെല്ലാം പൊട്ടൻഷ്യൽ അപ്രൈസലിൻ്റെ ബേസിലാണ്. അപ്പോൾ എംപ്ലോയിയുടെ കോമ്പിറ്റൻസി, നോളജും സ്കില്ലും മനസ്സിലാക്കുക. എന്നിട്ട് അവർക്ക് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൂവ്മെൻറ്റിന് ബേസിസ് ആയിട്ട് അത് എടുക്കുക. ഇത്രയാണ് കോമ്പോണൻറ്റ്സ് ഓഫ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് അണ്ടർപിന്നിങ് തിയറീസ് ഓഫ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. അണ്ടർപിന്നിങ് തിയറീസ് മീൻസ് പെർഫോമൻസ് മാനേജ്മെൻറ്റിൻ്റെ
ഓരോ ഫംഗ്ഷനും ഓരോ ആക്ടിവിറ്റീസിനും ബേസ് ആയിട്ടുള്ള കുറേ തിയറീസ് ആണ്. അപ്പം മെയിനായിട്ടും അതിന് ഐഡിയാസ് കൊടുത്തിട്ടുള്ള തിയറീസ് ആണ് അണ്ടർപിന്നിങ് തിയറീസ്. അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറി. Maslow argued that once the need in lower level fulfilled, people worked for the gratification of next higher needs. മാസ്ലോ ആർഗ്യൂ ചെയ്തതാണ് ഹ്യൂമൻ നീഡ്സിന് ഹയറാർക്കി ഉണ്ട്. ഒരു ലോവർ ലെവലുള്ള നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ ഹയർ ലെവലുള്ള നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യും. നെക്സ്റ്റ് മാസ്ലോയുടെ ഹയറാർക്കി മീൻസ് നീഡ്സിൻ്റെ 5 കാറ്റഗറീസ് ആണ്. ഫിസിയോളജിക്കൽ നീഡ്സ്, സെക്യൂരിറ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇവിടെ ലോവർ ലെവൽ നീഡാണ് ഫിസിയോളജിക്കൽ നീഡ്, ഹയർ ലെവൽ നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നീഡ്സിൻ്റെ ഹയറാർക്കി എന്നാണ് മാസ്ലോ പറഞ്ഞത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മുൻപുള്ള ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് അണ്ടർപിന്നിങ് തിയറീസ് ആണ് മാസ്ലോസ് ഹയറാർക്കി ഓഫ് നീഡ്സ്. നെക്സ്റ്റ് വൺ ഹേഴ്സ്ബർഗ്സ് 2-factor തിയറി ഓഫ് മോട്ടിവേഷൻ. ഹേഴ്സ്ബർഗിൻ്റെ 2-factor തിയറിയാണ്. ഇപ്പോൾ ഹേഴ്സ്ബർഗ് മോട്ടിവേഷന് വേണ്ടിയുള്ള ഫാക്ടേഴ്സിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് മോട്ടിവേഷണൽ ഫാക്ടേഴ്സും ഒന്ന് ഹൈജീൻ ഫാക്ടേഴ്സും. മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് നമുക്കറിയാം എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. പ്രൊമോഷൻ അതുപോലത്തെ റിവാർഡൊക്കെ മോട്ടിവേഷണൽ ഫാക്ടേഴ്സാണ്. ഹൈജീൻ ഫാക്ടേഴ്സ് മീൻസ് എംപ്ലോയീനെ ഇതുള്ളത് കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യില്ല, പക്ഷെ അതിൻ്റെ ആബ്സെൻസ് എംപ്ലോയിന് വളരെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. മീൻസ് വർക്കിംഗ് എൻവിറോൺമെൻറ്റിലെ ഫെസിലിറ്റീസിനെയാണ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സിനെ കുറിച്ചും പറഞ്ഞ ഹെസ്ബർഗിൻ്റെ 2-factor തിയറി അണ്ടർപിന്നിങ് തിയറീസ് ഓഫ് പെർഫോമൻസ് മാനേജ്മെൻറ്റിൽ വരുന്നതാണ്. നെക്സ്റ്റ് തിയറി സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി. ദിസ് തിയറി വാസ് ഡെവലപ്ഡ് ബൈ ബാൻഡൂറ ഇൻ 1986. ബാൻഡൂറ 1986 ഡെവലപ്പ് ചെയ്ത തിയറിയാണ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സെൻട്രൽ കോൺസെപ്റ്റ് ഓഫ് സെൽഫ് എഫിഷ്യൻസി. ഇതിൻ്റെ സെൻട്രൽ കോൺസെപ്റ്റ് ഓഫ് സെൽഫ് എഫിഷ്യൻസിയുടെ ബേസിലാണ് ഈ ഒരു സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി വരുന്നത്. ഈ തിയറി സജസ്റ്റ് ദാറ്റ് വാട്ട് പീപ്പിൾ ബിലീവ് ദാറ്റ് ദേ ക്യാൻ ഓർ കനോട്ട് ഡു പവർഫുള്ളി ഇമ്പാക്റ്റ് ഓൺ ദെയർ പെർഫോമൻസ്. മീൻസ് ഒരു എംപ്ലോയി എന്താണോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത് ഒരു വർക്കിനെ പറ്റിയിട്ട്, മീൻസ് ആ വർക്ക് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള അയാളുടെ ബിലീഫ് എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് നമ്മളൊരു ജോലിക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കാം. അതിൽ ഫസ്റ്റിന് നമ്മൾ പറയാണ് ഈ ജോലി എന്നെ കൊണ്ടാവില്ല അല്ലെങ്കിൽ ഈ ജോബ് എനിക്ക് ടഫാണെന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് അത്രത്തോളം എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമുക്ക് നല്ല ടാലൻ്റ് ഉണ്ട്, പക്ഷെ ടാലൻ്റ് ഇല്ലെങ്കിൽ പോലും നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു എംപ്ലോയിയുടെ ബിലീഫാണ് അല്ലെങ്കിൽ അയാളുടെ വിചാരങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അയാളുടെ പെർഫോമൻസിനെ ബാധിക്കുന്നതെന്ന് പറയുന്ന തിയറിയാണ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി. ഡെവലപ്പിംഗ് ആൻഡ് സ്ട്രെങ്തനിങ്, ഇതുകൊണ്ട് തന്നെ തിയറി പറഞ്ഞതാണ് ഡെവലപ്പിംഗ് ആൻഡ് സ്ട്രെങ്തനിങ് പോസിറ്റീവ് സെൽഫ് ബിലീവ് ഇൻ എംപ്ലോയി ഈസ് ഹൈലി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ എംപ്ലോയീൻ്റെ മനസ്സിലുള്ള അയാളെ കുറിച്ചുള്ള സെൽഫ് ബിലീവ് പോസിറ്റീവ് ആക്കേണ്ടത്, പോസിറ്റീവായിട്ട് വരേണ്ടത് അല്ലെങ്കിൽ ആ പോസിറ്റീവ് സെൽഫ് ബിലീവിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് തിയറി reinforcement theory developed by Hull in 1951. 1951 ഡെവലപ്പ് ചെയ്ത ഹൾ ഡെവലപ്പ് ചെയ്ത തിയറിയാണ് reinforcement theory. This theory suggests that success in achieving goals and rewards act as positive incentive and reinforce the successful behavior. ഈ തിയറി സജസ്റ്റ് ചെയ്യുന്നതാണ് ഒരാൾ ഏതെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അച്ചീവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ റിവാർഡ്സ് റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് അയാളെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവ് ഇൻസെൻറ്റീവാണ്, അത് പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ബിഹേവിയർ, അത്തരം ബിഹേവിയർ റീഇൻഫോഴ്സ് ചെയ്യുക, വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി അയാൾ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കും. മീൻസ് ഒരിക്കൽ സക്സസ് ആയി അതിനൊരു റിവാർഡ് കിട്ടി അല്ലെങ്കിൽ അതിനൊരു അച്ചീവ് ചെയ്താൽ, എന്തെങ്കിലും ഗോളിന് അച്ചീവ് ചെയ്താൽ അത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഓരോ എംപ്ലോയീസിനും. അത് അവരുടെ ഭാവിയിലുള്ള വർക്കിനെ ഹെൽപ്പ് ചെയ്യും. അതിന് അതേ ബിഹേവിയർ ഭാവിയിൽ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം വരുന്ന സമയത്ത് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള നീഡ് വരുന്ന സമയത്ത് അതുപോലെ ബിഹേവ് ചെയ്ത് സക്സസ് ആവാൻ വേണ്ടി അവർ ട്രൈ ചെയ്യും. റിപ്പീറ്റഡ് അറ്റ് നെക്സ്റ്റ് ടൈം സിമിലർ നീഡ് അറൈസസ്. നെക്സ്റ്റ് ദാറ്റ് മീൻസ് പോസിറ്റീവ് ഫീഡ്ബാക്ക് പ്രൊവൈഡ്സ് ഫോർ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. തിയറി പറയുന്നത് ഇത്രയേ ഉള്ളൂ. പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടുകയാണെങ്കിൽ ഒരു എംപ്ലോയിക്ക് എപ്പോഴും വീണ്ടും ആ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഭാവിയിലുള്ള വർക്കും റീഇൻഫോഴ്സ് അതുപോലെ തന്നെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. നെക്സ്റ്റ് തിയറി attribution theory. Attribution theory is concerned with
ഹൗ പീപ്പിൾ എക്സ്പ്ലെയിൻ ദെയർ പെർഫോമൻസ്. എങ്ങനെ ഓർഗനൈസേഷനിലെ പെർഫോമൻസിനെ കുറിച്ച് എംപ്ലോയീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു അതിനെ പറയുന്നതാണ് ആട്രിബ്യൂഷൻ തിയറി. ആട്രിബ്യൂഷൻ തിയറി 5 ടൈപ്പ് ഓഫ് എക്സ്പ്ലനേഷൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. യൂസ്ഡ് ഫോർ സക്സസ് ഓർ ഫെയിലിയർ. സക്സസ് ആണോ ഫെയിലിയർ ആണോ എംപ്ലോയിയുടെ പെർഫോമൻസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയിനോട് തന്നെ ചോദിക്കാൻ വേണ്ടിയിട്ട് 5 എക്സ്പ്ലനേഷൻസ് കൊണ്ടുവന്ന തിയറിയാണ് ആട്രിബ്യൂഷൻ തിയറി. അതിൽ 5 ഡീറ്റെയിൽസ് ആണ് കളക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എബിലിറ്റി ആണ്, എംപ്ലോയീസിൻ്റെ ആ വർക്കിലുള്ള എബിലിറ്റി. നെക്സ്റ്റ് സെക്കൻഡ് വൺ അത് എഫേർട്ടാണ്, അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്രത്തോളം എഫേർട്ട് അതിലിട്ടു. നെക്സ്റ്റ് തേർഡ് വൺ ടാസ്ക് ഡിഫിക്കൽട്ടി ആണ്, എത്രത്തോളം ഡിഫിക്കൽട്ടായിരുന്നു ആ ടാസ്ക് ആ ഒരു എംപ്ലോയിനെ സംബന്ധിച്ച്. ഫോർത്ത് വൺ സർക്കംസ്റ്റാൻസസ്, അത് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്തുള്ള സിറ്റുവേഷൻസ് ആണ്, അതിലെ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ആണ് ലക്ക്, എത്രത്തോളം അദ്ദേഹം ആ ജോലി ചെയ്യുന്ന സമയത്ത് ലക്ക് കാരണം ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു വർക്കിൻ്റെ സക്സസ് ഓർ ഫെയിലിയർ മനസ്സിലാക്കും എന്ന് പറയുന്ന തിയറിയാണ് ആട്രിബ്യൂഷൻ തിയറി. ഇത്രയാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്ന അണ്ടർപിന്നിങ് തിയറീസ് ഓഫ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. ഇനിയും കുറേ എണ്ണം പഠിക്കാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.